നിതിൻ നബീന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച BJP ദേശീയ ഭാരവാഹികളുടെ ആദ്യ യോഗം ഈ മാസം 22-ന് ചേരും. 8 ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 51 പേരുടെ ഭാരവാഹി പട്ടിക BJP പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയും ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇറാഖിലെ ഇന്ത്യൻ അംബാസഡറെ മാറ്റി നിയമിച്ച് കേന്ദ്ര സർക്കാർ. നിലവിൽ വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയായ അജയ് കുമാറാണ് പുതിയ അംബാസഡർ. ഇറാഖിലെ ഇന്ത്യൻ അംബാസഡറായിരുന്ന സൗമേന്ദു ബാഗ്ചിയെ സ്വിറ്റ്സർലൻഡിലെ അംബാസഡറായും നിയമിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചയും അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും കേന്ദ്ര സർക്കാരിന് തലവേദനയാകുന്നു. NDA ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പരീക്ഷാ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആരംഭിച്ചതായും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്നും വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കരുതെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത്. എയർ ഇന്ത്യ നിർബന്ധമാക്കിയ ലഹരി പരിശോധനയിൽ 2 പൈലറ്റുമാരുടെ ഫലം കൂടി പോസിറ്റീവ്. ഇരുവരെയും ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. ഫുക്കറ്റ് അപകടത്തിന് പിന്നാലെയാണ് യാത്രക്കാരുടെ വിശ്വാസ്യത തിരികെ പിടിക്കാൻ എയർ ഇന്ത്യ എല്ലാ പൈലറ്റുമാരെയും നിർബന്ധിത ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്.